പ്രേക്ഷകരെ, നമ്മൾ ഈ വൈകുന്നേരം ചൂടിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നോക്കൂ, കഴിഞ്ഞ ഒരാഴ്ചയോളമായി 2 ജില്ലകളിലൊഴികെ എല്ലായിടത്തും യെല്ലോ അലർട്ട് തുടരുന്ന സാഹചര്യമാണുള്ളത്. ചൂട് കൂടുമ്പോൾ എല്ലാ മേഖലയിലും പ്രതിസന്ധിയുമാണ്. നമ്മളോടൊപ്പം നമ്മുടെ റിപ്പോർട്ടർമാർ എല്ലാ മേഖലകളിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ സോളമൻ, റഹീസ് റഷീദ്, AV ജയശങ്കർ, അശ്വിൻ ഡിയാഗോ, പ്രവീൺ പുരുഷോത്തമൻ എന്നിവരെല്ലാം വിവിധ ഇടങ്ങളിലെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും തുടരുകയാണ്. അതേസമയം നാളെ മുതൽ 3 ദിവസം ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് അരുൺ സോളമനിലേക്ക് പോകാം. അരുൺ സോളമൻ, എന്താണ് മുന്നറിയിപ്പ്? അതായത് ഈ ചൂടിന് നാളെ മുതൽ ഒരു കുറവുണ്ടാകും എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ടോ? മാധു, കഴിഞ്ഞ 2 മാസമായി മാർച്ച് തൊട്ട് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥാ വകുപ്പ് ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ സാധ്യതയുണ്ടെന്നുള്ളത് പല ആവർത്തി പറഞ്ഞു. പക്ഷേ ആ മഴ സംസ്ഥാനത്തെ ഈ അതിശക്തമായി തുടരുന്ന കനത്ത വേനലിന് ശമനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്നും പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസിൽ ഇപ്പോഴും ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇന്നലെയൊക്കെയും അതേ താപനിലയാണ് പാലക്കാട് ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് പിന്നിൽ കൊല്ലം 39 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലത്തിന് തൊട്ട് പിന്നിൽ കോട്ടയം 38 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടും ഇടുക്കി ഒഴിച്ചുള്ള 12 ജില്ലകളും യെല്ലോ അലർട്ട് നിലവിൽ തുടരുകയാണ്. തിരുവനന്തപുരത്താണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബാക്കിയുള്ള ജില്ലകൾ 36 ഡിഗ്രി സെൽഷ്യസിൽ താപനില രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നിലവിൽ സംസ്ഥാനത്തിന്റെ പോക്ക്. എന്തായാലും കാലാവസ്ഥാ വ്യതിയാനം അത് ഏപ്രിൽ പകുതി കഴിയുമ്പോഴും വേനലിന് ശമനമില്ല. കടുത്ത ചൂടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. നാളെ മുതൽ 22-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ കിട്ടുമെന്ന് പറയുന്നു. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവരങ്ങൾ നൽകിയത്. നാളെ മുതൽ ഇത്തിരി മഴ വരും, ഒന്ന് തണുക്കും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം കൂടി കടുത്ത ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്നതാണ്.